വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. പാങ്ങോട്ടെ സൽമ ബീബിയുടെ വീട്ടിലെത്തിച്ചാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. പേരുമലയിലെ വീട്ടിലും തെളിവെടുപ്പ് നടത്തിയേക്കും. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, നേരത്തെ സൽമ ബീബിയുടെ പാങ്ങോട്ടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവിടെ നിന്ന് സംഘം മടങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ് പോയത്? ദിവ്യ, ആദ്യ തെളിവെടുപ്പ് നടത്തിയത് സൽമ ബീബിയുടെ വീട്ടിലായിരുന്നു. അവിടുത്തെ തെളിവെടുപ്പുമായി സഹകരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസമോ ഒരു കുറ്റബോധമോ ഒന്നും അഫാന്റെ മുഖത്തുണ്ടായിരുന്നില്ല. അവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായി അടുത്തയിടത്തേക്ക് തെളിവെടുപ്പിനായി ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തെളിവെടുപ്പ് നടത്തിയത് പാങ്ങോടാണെങ്കിൽ അവിടെ നിന്ന് 26ഓളം കിലോമീറ്റർ ദൂരെയുള്ള വെഞ്ഞാറമൂട്ടിലേക്കാണ് ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെഞ്ഞാറമൂട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളുണ്ട്. അത് ഒന്ന് SN പുരത്തെ ലത്തീഫിന്റെ വീടാണ്. അഫാന്റെ പിതാവിന്റെ സഹോദരൻ ലത്തീഫിന്റെ വീടാണ്. അവിടെ 2 കൊലപാതകം അഫാൻ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ സ്ഥലത്തേക്കായിരിക്കും തെളിവെടുപ്പിനെ കൊണ്ടുപോവുക. അതല്ല, മറ്റൊരു സാധ്യതയായുള്ളത് പേരുമലയിലെ അഫാന്റെ സ്വന്തം വീടായ മാതാവിനെ ആക്രമിച്ച സഹോദരൻ അഫ്സാനെയും കൂട്ടുകാരി ഫർസാനെയും കൊലപ്പെടുത്തിയ വീട്ടിലേക്കാവാം കൊണ്ടുപോകുക. ഈ 2 വീടുകളിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലവിലുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ എങ്ങോട്ടേക്കാണ് ഇപ്പോൾ തെളിവെടുപ്പിന് എത്തിക്കുന്നത് എന്ന വിവരം പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പോകുന്ന വഴിക്ക്, ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന വഴിക്ക്, തെളിവെടുപ്പിനായി പുറപ്പെടുന്ന വഴിയിലാണ് ഈ അഫാൻ മദ്യപിച്ചു എന്ന് പറയുന്ന സ്വകാര്യ ബാർ ഉള്ളത്. ആ എടുത്തുകൂടി എത്തി ഇറങ്ങി തെളിവെടുപ്പില്ലെങ്കിൽ കൂടിയും അതുവഴി കൊണ്ടുപോയി തെളിവെടുപ്പിനുള്ള ഇതാണ് താൻ മദ്യപിച്ച ഇടം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള തെളിവെടുപ്പിന്റെ പ്രാഥമികമായ ചില നടപടികൾ കൂടി പൂർത്തിയാക്കുന്നുണ്ട് പോലീസ്. ഇപ്പോൾ വെഞ്ഞാറമൂട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാങ്ങോട് നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ എങ്ങോട്ടാണ് ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത് എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. കടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പാങ്ങോട് വലിയ പ്രതിഷേധമോ ഏതെങ്കിലും തരത്തിലുള്ള അക്രമമോ അഫാന് നേരെ ഉണ്ടാകുമെന്ന് പോലീസ് കണക്കുകൂട്ടിയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായില്ല. ശാന്തരായിരുന്നു അവിടെ തടിച്ചുകൂടിയിരുന്ന നാട്ടുകാർ. എന്നാൽ മറ്റു 2 ഇടങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള ഇടപെടൽ ജനക്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന ആശങ്ക പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. നിലവിൽ പോലീസിന്റെ സഞ്ചാര ദിശ പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് വെഞ്ഞാറമൂട്ടേക്കാണ് പോകുന്നത്. അവിടെ പേരുമലയുള്ള അഫാന്റെ വീട്ടിൽ എത്തിച്ച് തെളിവെടുക്കാനാണ് ഏറ്റവും മുൻഗണനയുള്ളത്. അവിടെ എത്തിക്കുക എന്നുള്ളതാണ് പാങ്ങോട് പോലീസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ ക്രൂരകൃത്യത്തിന്റെ, ഈ കൂട്ടക്കൊലപാതകത്തിന്റെ ആദ്യത്തെ കൊലപാതകം നടന്ന പാങ്ങോടുള്ള സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. തെളിവെടുപ്പിനോട് അഫാൻ പൂർണ്ണമായി തന്നെ സഹകരിക്കുന്നുണ്ടായിരുന്നോ? തീർച്ചയായും ഇന്ന് രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഇന്നലത്തെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ ഇരിക്കുകയൊക്കെയുള്ള സാഹചര്യത്തിൽ അഫാൻ സഹകരിക്കുമോ എന്ന ചോദ്യം പോലീസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം വരെ തെളിവെടുപ്പ് വൈകിപ്പിക്കുന്നതിന്റെ ഒരു കാരണവും അത് തന്നെയായിരുന്നു. അഫാൻ തെളിവെടുപ്പിന് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന താല്പര്യം പോലീസിനുണ്ടായിരുന്നു. ഏതായാലും ആശങ്കകളെല്ലാം ഒഴിഞ്ഞ് കൃത്യമായി സഹകരിക്കുന്ന നിലയിലായിരുന്നു പാങ്ങോട്ടെ തെളിവെടുപ്പ്. പൂർണ്ണമായും ഈ പറയുന്ന സൽമ ബീവി താമസിച്ചിരുന്ന വീടിനുള്ളിലെത്തി കൃത്യം നടന്ന സ്ഥലത്ത് വീടിന്റെ പിൻഭാഗത്തുള്ള ചെറിയ ചാർപ്പിൽ എത്തി താൻ കുറ്റകൃത്യം ചെയ്തത് എങ്ങനെ, കൊലപാതകം നടത്തിയത് എങ്ങനെയെന്ന് പോലീസിനോട് കൃത്യമായി അഫാൻ വിശദീകരിക്കുന്നുണ്ട്. ഇത് വിശദീകരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാവവ്യത്യാസം അഫാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മുൻപ് തന്നെയും പോലീസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും ആദ്യഘട്ടം മുതൽ, ഈ കുറ്റസമ്മതം നടത്തുന്ന ഘട്ടം മുതൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക പ്രകടനം അഫാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. താൻ ഈ 5 കൊലപാതകം ചെയ്തു എന്നുള്ളത് അഫാൻ പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം പ്രകടിപ്പിക്കാൻ ഇപ്പോഴും അഫാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ക്രൂരകൃത്യം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പൂർണ്ണമായും ഒരു ദിശയിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന കണ്ടെത്തൽ തന്നെ പോലീസ് നടത്തിയിരിക്കുന്നു. അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അഫാൻ ഈ നിലയിലോട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാൻ കാരണം എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഇവിടെയുള്ള പ്രാദേശികമായ ചില സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പ്രതിദിനം 10,000 രൂപ പലിശ നൽകേണ്ട സ്ഥിതിയിലേക്ക് അഫാന്റെ കുടുംബം മാറിയിരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധി കടക്കണിയായിരുന്നു അഫാന്റെ കുടുംബത്തിന്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലാണ് പ്രതി അഫാനുമായി തെളിവെടുപ്പ് നടത്തി വരുന്നത്. സൽമ ബീവിയുടെ പാങ്ങോട്ടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം അവിടെ നിന്ന് അഫാനെ കൊണ്ടുപോയിരിക്കുന്നു. പേരുമലയിലെ വീട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നെന്നാണ് അറിയുന്നത്. മുഹമ്മദ് ആഷിഖാണ് വിശദാംശങ്ങൾ നൽകിയത്.